എല്ലാവർക്കും നമസ്കാരം. ഇന്ന് P1 ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ ഫാൻസി മാനുഫാക്ചറിങ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് V1 ഇന്ത്യ എന്ന് പറയുന്നതും V1 ഓർഗാനിക് എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് സംരംഭങ്ങളുണ്ട്. ഇതിനകത്ത് V1 ഓർഗാനിക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഈ രണ്ട് സംരംഭങ്ങളും നമ്മൾ വ്യവസായ വകുപ്പിൻ്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. V1 ഓർഗാനിക്കിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃഷി വകുപ്പോടെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അത് നമ്മൾ കേരള ഗ്രേ ബ്രാൻഡൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ പോവുകയാണ്. അപ്പോൾ അതായത് രണ്ട് ഇതിനകത്തുനിന്ന് വ്യവസായ വകുപ്പിൻ്റെ ആണെങ്കിൽ കൃഷി വകുപ്പിൻ്റെ ആണെങ്കിൽ ഇതിൽ നിന്നുള്ള സപ്പോർട്ടും കൂടിയാണ് നമ്മളത് പോയതും നല്ല രീതിയിൽ സക്സസ് ആയതും. ഇതുപോലെ തന്നെ സക്സസ് ആയ എൻ്റെ യൂണിറ്റ് തന്നെയാണ് ഫാൻസിയുടെ മാനുഫാക്ചറിങ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുതിലെ തൊട്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഫാൻസിയുടെ ഒരു ഷോപ്പ് നമുക്ക് ഉള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് സെയിലാകുമോ എന്നുള്ളൊരു ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ ഇതിലോട്ട് കിടക്കാനുള്ളൊരു മെയിൻ കാരണം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ സ്വന്തമായിട്ട് വരുമാനമില്ലാതെ വീട്ടിലിരിപ്പുണ്ട്. കുറച്ച് പേർക്കൊക്കെ കഠിനമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാനായിട്ട് ആവതില്ലാത്ത ആൾക്കാരുമുണ്ട്. അവർക്ക് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പൈസകൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പാടുപെടുന്ന ആൾക്കാരെയും ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ഒരു സ്വയം തൊഴിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എങ്കിൽ തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം മറ്റുള്ളവർക്ക് കൂടെ വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ശരിക്കും നിങ്ങളെ ഞാനതിലൂടെ പഠിപ്പിച്ചു തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഞാൻ ബാക്കിയുള്ള വ്യവസായ വകുപ്പിലെ ആണെങ്കിലും കൃഷി വകുപ്പിലെ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് തരുന്ന ക്ലാസ്സുകളായിരുന്നു. അപ്പം എന്നെപ്പോലെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ എനിക്ക് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് നിങ്ങൾ അതിനകത്തൊന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ജീവിതത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ടാണ് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ നമ്മൾ തന്നെ മാല ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 3 കളറിലുള്ള മാലകളുണ്ട്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഇതാണ് ഈ മാല. ഇതിപ്പോൾ നമുക്ക് കോട്ടൺ സാരിയുടെ കൂട്ടത്തിലും സെറ്റ് മുണ്ടിൻ്റെ കൂട്ടത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു കസ്റ്റമർ പറഞ്ഞിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 4 കളർ ചെയ്തിട്ട് അവർ വിദേശത്തേക്ക് എടുത്തിട്ട് പോയി. ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഞാനിതിൻ്റെ അളവും കാര്യങ്ങളും ഈ ബീഡ്സ് ഒക്കെ കൊടുത്ത് വിടത്തേ ഉള്ളൂ. നമ്മുടെ യൂണിറ്റിലുള്ള ചേച്ചിമാർ അവരുടെ സൗകര്യാർത്ഥം പോയിരുന്ന് അവർ ചെയ്തുകൊണ്ട് വരുന്നതാണിത്. അപ്പോൾ അവർക്കൊരു വരുമാനമാകും. ഞാനിത് ഷോപ്പിൽ കൊണ്ടിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ പല ടൈപ്പുണ്ട്. ഇനി രണ്ടാമത് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തുടക്കത്തിൽ നമ്മളെപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ബ്രേസ്ലെറ്റാണ്. ഇത് കണ്ടോ, ഇത് പല കളറിലുള്ള ബീഡ്സ്. ഇതിപ്പോൾ ലെറ്റേഴ്സ് ഉണ്ട്. ഇതിപ്പം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തൊന്ന് ജസ്റ്റ് ഉള്ളൂ. സെറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പോലും ഇല്ല. അത് ശരിക്കും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ ആ ചേച്ചിമാർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പോൾ അവർക്ക് ഇതൊരു വരുമാനമാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വളരെ ഈസിയാണ്. നിങ്ങൾക്കൊക്കെ വിപണിയിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ക്രിസ്റ്റൽ ടെക് 0.7 എന്നെഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇലാസ്റ്റിക്കാണ്, വലിയും. അപ്പം നമുക്ക് അളവ് പ്രശ്നം വരത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ഒരു ടൈറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇത് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ പല കളറുള്ള ബീഡ്സും ഇതിൻ്റെ ബട്ടർഫ്ലൈയുടെ ഈ ഒരു ഷേപ്പും അത് പല കളറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കൊരുത്തെടുക്കണം. കൊരുത്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ കൂടെ കൊടുക്കണം. ആ ബട്ടർഫ്ലൈനെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളിത് സെയിലിനായിക്കോട്ടെ, ആ സെയിലിന് ഉള്ള വ്യക്തിക്ക് ഏത് അളവിലാണ് ഈ സാധനം വേണ്ടതെന്ന് നോക്കുക. അവരുടെ അളവെടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ചെറിയൊരു വരുമാനത്തിന് തുടങ്ങിയാൽ പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ, അത് അങ്ങനെ ചെയ്താൽ അത് ശരിയാവുമല്ലോ, ഇങ്ങനെ നമുക്കൊരു ഐഡിയ വരും. അപ്പം നമുക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാട്ടിത്തരാമേ. ഇപ്പോൾ ഇത്രയും മുത്ത് കൊടുത്തു. കുറച്ച് മുത്തുകൾ വേണം നമുക്ക്.
നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലോട്ടൊരു ബട്ടർഫ്ലൈ ഇങ്ങനെ കൊടുക്കുവാണേ. ഇങ്ങനെ ബട്ടർഫ്ലൈ കൊടുക്കും. നമ്മൾ പല കളറിലെ മുത്തുകൾ മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നാലേ ഇവർ കാണുമ്പോൾ ഒരു ഭംഗി വരത്തുള്ളൂ. ഒറ്റ കളറിൽ ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, അത്ര ഒരു രസം തോന്നിയിട്ടില്ല. പല കളർ മാക്സിമം ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതാ ഇങ്ങനെ ഇത് നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാം. ശരിക്കും കുഞ്ഞു ആവുകൾക്കാണ് ഈ ബട്ടർഫ്ലൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം വരുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈറ്റാക്കി കെട്ടരുത്. അതായത് ഇത് ഇലാസ്റ്റിക് ആണല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് ടൈറ്റാക്കി കെട്ടരുത്. ഒരുപാട് ടൈറ്റാക്കി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഓവറായിട്ട് മുറുകും. അപ്പം നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി എന്നല്ലേ പറയുന്നത്, അതങ്ങ് നഷ്ടപ്പെടും. അപ്പം നമുക്കത് കയ്യിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനെ ഒരു 3-4 വട്ടം അങ്ങ് മുറുക്കി കെട്ടിയേക്കണം. കാരണം ഇത് അഴിഞ്ഞു പോരുതല്ലോ. നമ്മൾ എന്ത് ചെയ്താലും നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യം കാണണം. അങ്ങനെ കട്ട് ചെയ്യും. എന്താണ് ഞാൻ ചെയ്യുന്ന എല്ലാ സാധനവും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കും കേട്ടോ. കാരണം എവിടെയെങ്കിലും പൊട്ടുന്നുണ്ടെങ്കിൽ കസ്റ്റമർ എടുക്കാൻ പോയിട്ട് പൊട്ടരുത്. കാരണം അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ ഇത് വളരെ കുഞ്ഞു വാവുകളില്ലയോ, 1 വയസ്സൊക്കെ ഉള്ള ആ വാവുകൾക്ക് പറ്റിയതാണ്. ഇത് കണ്ടോ, ഇത് കുറച്ചുകൂടെ വലിയവർക്ക് പറ്റിയതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുകയും വേണം, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുകയും വേണം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം നേടാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ ഒന്നും ഈസിയല്ല. നമ്മൾ ഒരു 1000 അല്ല, ഒരു 10,000 നോയെങ്കിലും കേൾക്കേണ്ടി വരും. എല്ലാവരും പറയും വേണ്ട വേണ്ട വേണ്ട. ഇതായിരിക്കും ആദ്യം കേൾക്കുന്നത്. ഇത് കേട്ട് 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 നമ്മൾ ശരിയാവില്ല എന്നൊരു മൈൻഡിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. ഈ ഓരോ നോയിനെയും നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് എടുക്കുന്നോ ആ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ കരകയറാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു കാര്യം സക്സസ് ആവത്തില്ല. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്കിത് സക്സസ് ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.